ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള പാഠത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. ഇപ്പോൾ ടേൺ ടു ലേൺ ഓൾറെഡി +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓരോ വർഷവും ഇത്തരത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസ് തുടങ്ങുകയാണ്, +1 സീരീസ് തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന, അതായത് നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട ഏരിയാസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ചുവടിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ടേൺ ടു ലേണിൻ്റെ +1 ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ഈ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു പിന്നീട് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ദെൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്നതാണ് BR അംബേദ്കർ. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ ഭരണഘടന രൂപീകൃതമായത് 1949 നവംബർ 26. എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിവസമായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ദെൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇത്തരത്തിലുള്ള ഷോർട്ട് ഓൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് കൂടാതെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പാഠത്തിൽ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു 4 മാർക്ക് 5 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ എത്ര മാർക്കിനാണ് ചോദ്യം എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുക. ഓക്കെ, 2 മാർക്ക് 3 മാർക്കിനൊക്കെ ആണെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി. പക്ഷേ 6 മാർക്കൊക്കെ ആകുമ്പോൾ ഇത് വിശദീകരിച്ച് എഴുതണം. ഭരണഘടനയുടെ 5 ചുമതലകളുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. ഭരണഘടനയുടെ 5 ചുമതലകൾ: ഒന്നാമത്തെ, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ദെൻ നാലാമത്തത്, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യവും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു. ദെൻ ഒരു ജനതയ്ക്ക് മൗലികമായിട്ടുള്ള വ്യക്തിത്വം നൽകുന്നു. ദീസ് ആർ ദ 5 ഫീച്ചേഴ്സ് ഓഫ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ 5 ചുമതലകളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നുള്ള. നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ അംഗങ്ങൾക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ ഒരു നിയമാവലിക്ക് അല്ലെങ്കിൽ ഒരു നിയമത്തിന് സാധിക്കും. അതാണ് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനമുണ്ടാക്കുന്ന അടിസ്ഥാനപരമായ നിയമാവലി പ്രദാനം ചെയ്യുകയാണ് ഏത് ഭരണഘടനയുടെയും ഒന്നാമത്തെ ധർമ്മം എന്നുള്ളത്. അംഗങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. രണ്ടാമത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു. ഏതൊരു സമൂഹത്തിലും ആർക്കാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്ന് ഭരണഘടനയിലാണ് പറയുന്നത്. ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരാണ് ഇത് അനുസരിക്കേണ്ടത് എന്നുള്ളത് ഏതൊരു ഭരണഘടനയിലും ഉണ്ടാകും. അതാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു. ഒരു സമൂഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ആർക്കൊക്കെയാണെന്ന് നിർണയിച്ചു കൊടുക്കുന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ പഠിക്കാം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നിശ്ചയിക്കും. ദെൻ മൂന്നാമത്തത്, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. പരിധി, ഓക്കെ, നമുക്കറിയാം,
ഗവൺമെന്റ് ഒരിക്കലും, ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരിക്കലും പൗരന്മാരുടെ അവകാശത്തിന് മേൽ കൂടുതൽ നിയന്ത്രണം എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത്. അപ്പൊ ഗവൺമെന്റിന് പൗരന്മാരുടെ മേലുള്ള അധികാരം എത്രത്തോളം പ്രയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് മൂന്നാമത്തെ ഭരണഘടനയുടെ ചുമതലയിൽ പറയുന്നത്. ഗവൺമെന്റിന്റെ അധികാരം, അല്ലെ, അത് പരിധി നിർണ്ണയിക്കുക എന്നാണ് മൂന്നാമത്. ഈ പരിധികൾ ഗവൺമെന്റ് ഒരിക്കലും ലംഘിക്കാനാവാത്ത വിധത്തിൽ അടിസ്ഥാനപരമാണ്. ദെൻ നാലാമത്തെ, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു. ഏതൊരു സമൂഹത്തിന്റെയും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുകയും അതിനൊരു നീതിയുക്ത സമൂഹം രൂപീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ നാലാമത്തെ ധർമ്മം. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത്. ദെൻ അഞ്ചാമത്തെ, ഒരു ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം നൽകുന്നു എന്നുള്ളത്. ഒരു ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം നൽകുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് ഇന്ത്യക്കാരുടെ മൊത്തം ഒരു ഐഡന്റിറ്റിയാണ്, അല്ലെ, ഒരു ഐഡന്റിറ്റിയാണ്. ഭരണഘടന ഒരു ജനതയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിത്വം നൽകുന്നു. ജനങ്ങളുടെ കൂട്ടായ അസ്തിത്വം, ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള അസ്തിത്വം നിലവിൽ വരുന്നത് ഭരണഘടനയിലൂടെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നോക്കേണ്ടത്. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് ഭരണഘടനയുടെ ആധികാരികത. ഒരു ഭരണഘടന എങ്ങനെ അത് എല്ലാവരാൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ആധികാരികത ഉറപ്പാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആധികാരികത എങ്ങനെയാണ്, എങ്ങനെയാണ് ഇത് പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയാണ്. ഭരണഘടനയ്ക്ക് ജനസമ്മതിയുള്ള നേതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഈ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ആധികാരികമുള്ള ഒരു രേഖയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാം. രണ്ടാമത്തെ, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ. ഒരു ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ സമൂഹത്തിലെ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ അത് ഫലപ്രദമായിരിക്കും. നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഭരണഘടനയാണ്. എല്ലാ സമൂഹങ്ങളും, ഇന്ത്യയിലെ എല്ലാ നാനാജാതി മത വിഭാഗങ്ങൾക്കിടയിലെ സ്വീകാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകൾ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ ആ ഭരണഘടന ഫലപ്രദമാണ്, അല്ലെങ്കിൽ അതിന് ആധികാരികതയുണ്ട് എന്ന് പറയാം. മൂന്നാമത്തെ, സ്ഥാപനപരമായിട്ടുള്ള രൂപരേഖയുള്ള സന്തുലിത രീതി എന്നാണ്. അതായത് അധികാരങ്ങൾ വിഭജിച്ചു നൽകുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്. കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി നീതിന്യായ ഉണ്ട്, ലെജിസ്ലേറ്റർ നിയമനിർമ്മാണ വിഭാഗം. ഓരോരുത്തർക്കും അവരവരുടെ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവാതെ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ എക്സിക്യൂട്ടീവോ ലെജിസ്ലേറ്ററോ ഇടപെടുന്നില്ല. അപ്പൊ ഇതിൽ ക്ലാഷ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അധികാരങ്ങൾ സന്തുലിതമായിട്ടുള്ള ഗവൺമെന്റിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ വിഭജിച്ചു നൽകുക. ഇങ്ങനെയാണ് ഒരു ഭരണഘടനയുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ പ്രഖ്യാപന രീതി, ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ, സ്ഥാപനപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വൺ വേർഡ് മാച്ച് ദ ഫോളോയിങ്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതിൽ വരാൻ സാധ്യത. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപീകരിച്ച് അവരാണ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് രൂപരേഖയുണ്ടാക്കി ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ. അപ്പോൾ ഇതിലേക്കുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള സീറ്റുകൾ 292 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 സീറ്റുകളിൽ അതിലെ പ്രതിനിധികളാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത 4 ഘടകങ്ങൾ: വിചിന്തനത്വം, നടപടിക്രമങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, സ്ഥാപനപരമായിട്ടുള്ള. അപ്പൊ നമുക്ക് പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ആധികാരികത, ചർച്ചകളും സംവാദങ്ങളും സമവായം, അല്ലാതെ ഒരാള് ഒറ്റക്കെടുത്തിട്ടുള്ള എഴുതിയിട്ടുള്ള
തീരുമാനമല്ല. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും അത് പിന്നീട് ആൾക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് സമവായത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ദെൻ വിവിധ കമ്മിറ്റികൾ അത് രൂപീകരിച്ച് പൊതു താല്പര്യം എന്ന യുക്തിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരുന്നു. ദെൻ നമുക്ക് ഹാർഡ് ഹാൻഡ് ആയിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട്, ദേശീയ പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ ദീർഘകാലം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ളതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികാര വിഭജനം, സ്ഥാപനപരമായിട്ടുള്ള സംവിധാനങ്ങൾ, നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി സ്ഥാപനങ്ങൾക്കിടയിൽ സന്തുലിതാവസ്ഥ, പരസ്പരം ക്ലാഷ് ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിലായിരുന്നു എന്നുള്ളത്. ദെൻ അടുത്തത് ലക്ഷ്യപ്രമേയമാണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഓൺവേഡ് ചോദിക്കാറുണ്ട്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 1946 ഡിസംബറിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ലക്ഷ്യപ്രമേയം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണഘടന നിലകൊള്ളുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യ സ്വതന്ത്രപരമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കാണ്. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. എല്ലാ പവർ അല്ലെ, ഡെമോക്രസിയിലെ ജനങ്ങൾക്കാണ് അധികാരം. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ദെൻ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകും, അത് ഉറപ്പാക്കും എന്നുള്ളൊക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിലെ അടുത്തത് ഒരു മാച്ച് ഫോളോയിങ്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യം, ഏതൊക്കെ വ്യവസ്ഥകളാണ് നമ്മൾ അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്ന് മാച്ച് ഫോളോയിങ്സും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചോദിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഭരണഘടന അല്ല, ബ്രിട്ടീഷ് ഭരണഘടനയിലെ നിയമവാഴ്ച, FPTP, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അത് വിശദമായിട്ട് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പാർലമെന്റ് ഗവൺമെന്റ് സംവിധാനം, പാർലമെന്ററി ഗവൺമെന്റ്, സ്പീക്കറിന്റെ പദവി, അധികാരങ്ങളും നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമം, എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാകുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന്, ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഉയർത്തിയെടുത്ത സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നുള്ള തത്വം. ദെൻ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഭരണഘടന പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ, സ്വാതന്ത്ര്യ, നീതിന്യായ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ദെൻ അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയപ്പെടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത് അയർലാൻഡിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് അർദ്ധ ഫെഡറൽ സംവിധാനം, കോഷി ഫെഡറൽ സിസ്റ്റം എന്ന് പറയും. ദെൻ അവശിഷ്ടാധികാരം. ഓക്കെ, ദെൻ ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനി പരിചയപ്പെടാം, കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ചുവടെ തന്നിരിക്കുന്ന വ്യവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ ഏതൊക്കെ? മാർഗനിർദ്ദേശക തത്വങ്ങളല്ല, പാർലമെന്ററി ഭരണ സംവിധാനങ്ങള്, മൗലികാവകാശങ്ങൾ, സ്പീക്കറിന്റെ പദവി, ഏതൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്? മാർഗനിർദ്ദേശക തത്വങ്ങളല്ല, DPSP അല്ലെ. നിയമവാഴ്ച എവിടെ നിന്നാണ്? മൗലികാവകാശങ്ങളെ ഇല്ല, സ്പീക്കറിന്റെ പദവി. ഓക്കെ, ബാക്കിയുള്ള 3 നിയമവാഴ്ച, പാർലമെന്ററി സംവിധാനം, ദെൻ സ്പീക്കറിന്റെ പദവി, ഇതെല്ലാം എടുത്തിട്ടുള്ളത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അല്ലെ. പാർലമെന്ററി ഗവൺമെന്റ്, സ്പീക്കറിന്റെ നിയമം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. മാച്ച് ദ ഫോളോയിങ്സ് നോക്കുക, ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അംബേദ്കർ അല്ല. അപ്പൊ അറിയുന്ന ആദ്യം ചെയ്യാൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? അല്ല. സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കർ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ദെൻ ജുഡീഷ്യൽ റിവ്യൂ, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ്സ് കൂടി നോക്കുക. മാച്ച് ദ ഫോളോയിങ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമുക്കറിയാം